നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഫങ്ഷൻസ് കൊമേഴ്സ്യൽ ബാങ്കാണ്. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പ്രൈമറി ഫങ്ഷനുണ്ട്, അതുപോലെ സെക്കൻഡറി ഫങ്ഷനുണ്ട്. പ്രൈമറി ഫങ്ഷനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് മണി ആൻഡ് ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ്. അപ്പോൾ ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ഏത് ഫങ്ഷനാണെന്ന് ചോദിച്ചത് ഏതാണ്? പ്രൈമറി ഫങ്ഷൻസ് ആണ്. അതുപോലെ താഴെ പറയുന്നതിൽ പ്രൈമറി ഫങ്ഷൻ അല്ലാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വൃത്തിയായിട്ട് എഴുതാം. ഏതൊക്കെയാണ് പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ് മണി ആൻഡ് ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ്. അതിൽ ഒന്നാമത്തെ ഫങ്ഷനാണ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. പ്രൈമറി ഫങ്ഷനിൽ ഒന്നാമത്തെ ഫങ്ഷനാണ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. അപ്പോൾ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് നമുക്ക് വേരിയസ് ആയിട്ടുള്ള ഡെപ്പോസിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിറ്റ് സ്കീം ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സേവിങ് ഹാബിറ്റ് കൂട്ടുക എന്ന ലക്ഷ്യം വേണ്ടിയിട്ടാണ് ഏത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് ഒരുപാട് ഡെപ്പോസിറ്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ വരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത കാലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇൻ ദിസ് കാറ്റഗറി ആർ ഇൻക്ലൂഡഡ് ദ ഡെപ്പോസിറ്റ് വിത്ത് എ ബാങ്ക് ഫോർ എ ഫിക്സഡ് പീരീഡ് വിച്ച് ഈസ് സ്പെസിഫൈഡ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദ ഡെപ്പോസിറ്റ്. ഇത് എന്തിലേക്കാണ്? ഫിക്സഡ് പീരീഡിലേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഡെപ്പോസിറ്റുകളെ പറയുന്ന പേരാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മറ്റ് രണ്ട് പേരുകളിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നും ടൈം ഡെപ്പോസിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടൈം ഡെപ്പോസിറ്റ് എന്നറിയപ്പെടുന്നത് ഏത് ഡെപ്പോസിറ്റാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് കൃത്യമായിട്ട് എഴുതാം. അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ടൈം ഡെപ്പോസിറ്റ് എന്നും എഴുതാം. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ 5 വർഷത്തേക്ക് വേണമെങ്കിൽ 5 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. 10 വർഷത്തേക്ക് വേണമെങ്കിൽ 10 വർഷത്തേക്കും ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 5 വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ആ ഡെപ്പോസിറ്റ് തിരിച്ച് കിട്ടത്തുള്ളൂ. നമ്മൾ ഇനി ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? റിസീപ്റ്റ് കിട്ടും. ആ റിസീപ്റ്റിനെ പറയുന്ന പേരാണ് FDR എന്ന് പറയുന്നത്. അപ്പോൾ FDR എന്തുമായി ബന്ധപ്പെട്ടുള്ളതെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. ഏതാണ്? ഫിക്സഡ് ഡെപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പദമാണ് ഏതെന്ന് പറയുന്നത്? FDR എന്ന് പറയുന്നത്. അപ്പോൾ FDR എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്. അതായത് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ പണം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ഒരു റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റിനെ പറയുന്ന പേരാണ് FDR എന്ന് പറയുന്നത്. അപ്പോൾ എന്നാണോ ഇത് 5 വർഷം കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? FDR കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് എന്ത് തരും? നമുക്ക് ആ എമൗണ്ട് തരും. ഇതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് കറണ്ട് അല്ലെങ്കിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഇത് ഒരു റണ്ണിങ് ആൻഡ് ആക്ടിവേറ്റഡ് അക്കൗണ്ടാണ്. ഇതെന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ട് എന്ന് പറയും. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് ഈ പറയുന്ന അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു. മോസ്റ്റ്ലി ഈ കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉപയോഗിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡേഴ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അക്കൗണ്ട് ഏതെന്ന് പറയുന്നത് കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണ്? നമുക്ക് അവിടെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ആര് നൽകുന്നുണ്ട്? ഈ കറണ്ട് അക്കൗണ്ടിനാണ് നമ്മൾ എന്ത് കിട്ടുന്നത്? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കിട്ടുന്നത്. കറണ്ട് അക്കൗണ്ടിന് മറ്റൊരു പേര് പറഞ്ഞ എന്താണ്? ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയും. അതുപോലെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കിട്ടുന്ന അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ഡിമാൻഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയും. അതുപോലെ വേറെ PSCയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ട്രേഡേഴ്സിന് ഏറ്റവും കൂടുതൽ ഫേവറായിട്ടുള്ള അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഡെപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കറണ്ട് ഡെപ്പോസിറ്റ് ആണ്. ഇനി അടുത്ത് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് റെക്കറിങ് അല്ലെങ്കിൽ കുമുലേറ്റീവ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഈ റെക്കറിങ് അല്ലെങ്കിൽ കുമുലേറ്റീവ് ഡെപ്പോസിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സേവിങ് ഹാബിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അക്കൗണ്ടാണ് ഇതെന്ന് പറയുന്നത് കുമുലേറ്റീവ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെഗുലറായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ആർക്ക് കിട്ടുന്നത്? കുമുലേറ്റീവ് ഡെപ്പോസിറ്റിന് അല്ലെങ്കിൽ റെക്കറിങ് ഡെപ്പോസിറ്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന അക്കൗണ്ട് ഡെപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കുമുലേറ്റീവ് ഡെപ്പോസിറ്റ്. അടുത്ത് വരുന്നതാണ് സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്.
നമ്മുടെ ലോവർ ക്ലാസ്സിലെയും മിഡിൽ ക്ലാസ്സിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു അക്കൗണ്ടാണ് ഇതെന്ന് പറയുന്നത് സേവിങ് ഡെപ്പോസിറ്റ്. അതായത് ലോവർ ക്ലാസ്സിൻ്റെയും മിഡിൽ ക്ലാസ്സിനും ഒരു സേവിങ് ഉണ്ടാക്കുക, ത്രിഫ്റ്റ് ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ് ഇതെന്ന് പറയുന്നത് സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു വർഷത്തിൽ 150 ടൈംസ് നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോ നമ്പർ ഓഫ് വിഡ്രോൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 150 ടൈംസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എമൗണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത എൻഡോസ്മെൻറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മാരേജിന് വേണ്ടിയിട്ടും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡെപ്പോസിറ്റാണ് എൻഡോമെൻറ്റ് ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത്. ഇനി മിസലേനിയസ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതായത് ഈ പറഞ്ഞ ഡെപ്പോസിറ്റുകളല്ലാതെ വരുന്ന ഡെപ്പോസിറ്റ്. ഇതിപ്പോൾ നമുക്ക് ചിൽഡ്രൻസ് ഗിഫ്റ്റ് പ്ലാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾഡ് ഏജിൻ്റെ പെൻഷൻ സ്കീമിൻ്റെ ഒരു ഡെപ്പോസിറ്റ് ആവാം, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ലിങ്ക്ഡ് വിത്ത് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി എന്നീ ടൈപ്പിലുള്ള ഡെപ്പോസിറ്റുകളാണ് ഏതെന്ന് പറയുന്നത് മിസലേനിയസ് ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഫംഗ്ഷനിൽ ഡെപ്പോസിറ്റുകളെ കുറിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ മൊഡ്യൂൾ 1 ഒരു പാർട്ടാണ്, കൊമേഴ്സ്യൽ ബാങ്ക് ഫങ്ഷൻസ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂണ്ടിക്കാണിക്കാം. താങ്ക് യു.